ആത്മവിസ്മൃതിയിൽ നിന്നും മുക്തരായി ഹിന്ദു സമൂഹത്തിൽ ഐക്യം ഉണ്ടാകണമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് 113ാമത് ഐരൂർ ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSS നേതാവ് നന്ദകുമാറിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് എത്തിയത്. 113 വർഷം മുൻപ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി രൂപീകരിച്ച് പ്രവർത്തനം തുടരുന്ന ഹിന്ദുമത മഹാമണ്ഡലത്തിന് മുന്നിൽ 100 വർഷം മുൻപ് മാത്രം രൂപീകരിച്ച RSSനെ പ്രതിനിധീകരിക്കുന്ന താൻ എളിയവനായാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭാഗവത് പ്രസംഗം ആരംഭിച്ചത്. ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യത്തിലൂടെ ലോകത്തിന് നന്മയുണ്ടാകും. ഹിന്ദു എന്നത് ഒരു സ്വഭാവത്തിന്റെ പേരാണെന്നും മോഹൻ ഭാഗവത്. ये धर्म बताता है वो धर्म हिंदू का स्वभाव है और इसलिए हिंदू एक होगा तो विश्व कल्याण होगा. लेकिन हिंदू एक होगा कैसे? इतना विशाल हिंदू समाज इतने दिनों से विभक्त होकर आपस में लड़ रहा है, वो एक होगा कैसे? ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡോക്ടർ ജി അനന്തരാജ് തയ്യാറാക്കിയ മലയാള പരിഭാഷയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകം സ്വാമി ചിദാനന്ദ ഭാരതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഹരിദാസ്, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ, കാഭ സുരേന്ദ്രൻ, ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി D രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. RSS നേതാവ് നന്ദകുമാറിന്റെ പന്തളത്തെ വീട്ടിലെത്തിയ ശേഷമാണ് മോഹൻ ഭാഗവത് ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. 24 പത്തനംതിട്ട.